ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ടു ഹാവ് പ്ലസ് V3. ടു ഹാവിൻ്റെ ഒപ്പം എങ്ങനെയാണ് V3 ഫോം ഉപയോഗിക്കുന്നത്? V3 എന്നാൽ വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇതിൻ്റെ പേര് പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് എന്നാണ്. ഇതിൻ്റെ ഉപയോഗം എങ്ങനെയെന്ന് നമുക്ക് ഇന്നത്തെ ലെസണിൽ പഠിക്കാം. ഇത് ഒരു അഡ്ജക്റ്റീവിൻ്റെ ഒപ്പം എങ്ങനെ ഉപയോഗിക്കും, പിന്നെ ഒരു മെയിൻ വേർബിൻ്റെ ഒപ്പം എങ്ങനെ ഉപയോഗിക്കും, പിന്നെ ഇത് ഒരു ഫ്യൂച്ചർ ടെൻസിലാണെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ കൂടെ എങ്ങനെ ഉപയോഗിക്കും എന്നൊക്കെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നു. ആദ്യം ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് അഡ്ജക്റ്റീവ്സ് നോക്കാം. ഇപ്പോൾ ഗ്ലാഡ് എന്ന് പറഞ്ഞാൽ സന്തോഷം ഉള്ളത്, ഹാപ്പി അതുപോലെ തന്നെ, സാഡ് സങ്കടകരമായത്, പ്രൗഡ് അഹങ്കാരമുള്ളത്, ഷോക്ക്ഡ് ഞെട്ടിപ്പോയത്, സർപ്രൈസ്ഡ് അതിശയിച്ചു പോകുന്നത്, അമേസ്ഡ് അതുപോലെ തന്നെ അതിശയിച്ചു പോകുന്ന തരത്തിലുള്ളത്, ലക്കി ഭാഗ്യമുള്ളത്, ഫോർച്ചുനേറ്റ് ഭാഗ്യമുള്ളത്, പ്ലീസ്ഡ് സന്തുഷ്ടമായത്, ഡിസപ്പോയിൻറ്റഡ് നിരാശാജനകമായത്. ഇതൊക്കെ അഡ്ജക്റ്റീവ്സ് ആണ്. അഡ്ജക്റ്റീവ്സ് എന്നാൽ നാമവിശേഷണം. പിന്നെ പ്ലീസ്ഡ്, സർപ്രൈസ്ഡ്, അമേസ്ഡ്, ഡിസപ്പോയിൻറ്റഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം ഇതൊക്കെ വേർബ് അല്ലേ എന്ന്. ഇത് വേർബും അതുപോലെ തന്നെ അഡ്ജക്റ്റീവായിട്ടും ഉപയോഗിക്കാം. വേർബിൻ്റെ V3 ഫോമാണത്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അത് അഡ്ജക്റ്റീവായിട്ടും ഫങ്ഷൻ ചെയ്യും. അപ്പോൾ ഇതൊക്കെ അഡ്ജക്റ്റീവായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ടു ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഇത് കഴിഞ്ഞുപോയ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോഴാണ് ടു ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ. അപ്പോൾ അത്തരം സെൻറ്റൻസുകളിലാണ്, അത്തരം കാര്യങ്ങൾ പറയുമ്പോഴാണ് ടു ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ആം ഗ്ലാഡ് ടു ഹാവ് റിട്ടൺ ദി ഇമെയിൽ. ഇമെയിൽ എഴുതിയതിൽ ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഗ്ലാഡാണ്, ഞാൻ സന്തോഷമുള്ള ആളാണ്. ഇമെയിൽ എഴുതിയതിൽ എന്ന് പറയുമ്പോൾ എഴുതി കഴിഞ്ഞ ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ ടു ഹാവ് പ്ലസ് V3 ഫോമാണ് ഉപയോഗിച്ചത്. ഐ ആം ഹാപ്പി ടു ഹാവ് റെഡ് ദ ലെറ്റർ. ലെറ്റർ വായിച്ചതിൽ ഞാൻ ഹാപ്പിയാണ് എന്ന്. ലെറ്റർ വായിച്ചതിൽ, അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്. ലെറ്റർ വായിച്ചു കഴിഞ്ഞു, അതിലാണ് എനിക്ക് സന്തോഷം. ഐ ആം ഹാപ്പി എന്തുകൊണ്ടാണ്? ഞാൻ ലെറ്റർ വായിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാണ്, ഞാൻ സന്തോഷവാനാണ്. അതല്ലാതെ ഐ ആം ഹാപ്പി ടു റീഡ് ദ ലെറ്റർ എന്നായിരുന്നെങ്കിൽ ആ ലെറ്റർ വായിക്കാൻ എനിക്ക് സന്തോഷമുണ്ട് എന്നാണ്. ടു ഹാവ് പ്ലസ് V3 ഫോം ഉപയോഗിക്കുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഹാവ് ഉപയോഗിക്കാതെ ടു റീഡ് എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടു കഴിഞ്ഞിട്ട് നമ്മൾ V1 ഫോമാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ടു ഹാവ് റെഡ് എന്ന് പറയുമ്പോൾ റീഡ് എന്നതിൻ്റെ V3 ഫോമാണ്. റീഡ്, റെഡ്. അപ്പോൾ ഗ്ലാഡ് എന്ന ഒരു അഡ്ജക്റ്റീവ് ഉപയോഗിച്ചപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് മറ്റുള്ള അഡ്ജക്റ്റീവ്സും. അപ്പോൾ അതിൻ്റെ ഒരു ഫോം നോക്കൂ. ഐ ആം ഗ്ലാഡ് ടു ഹാവ് റെഡ് ദ ലെറ്റർ. ഐ ആം ഗ്ലാഡ്, ഐ ആയതുകൊണ്ടാണ് ആം ഉപയോഗിച്ചത്. അതല്ലാതെ യു, വി, ദേ അതല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ആർ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ സിംഗുലർ സബ്ജക്ട്സ് ഹി, ഷീ ഒക്കെ ആണെങ്കിൽ ഈസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. സബ്ജക്റ്റ് കഴിഞ്ഞാൽ ആം, ഈസ് ഓർ ആർ. പിന്നെ ഉപയോഗിക്കേണ്ടത് ടു ഹാവ് ആണ്. പിന്നെ V3 ഫോം ഓഫ് ദ വേർബ്. പിന്നെ ഓബ്ജക്റ്റും ഉപയോഗിക്കാം. അതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. വളരെ ഈസി ആയിട്ട് അഡ്ജക്റ്റീവിൻ്റെ ഒപ്പം ടു ഹാവ് പ്ലസ് V3 ഫോം ഉപയോഗിക്കാം. കഴിഞ്ഞുപോയ കാര്യങ്ങൾക്കാണെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഹീ ഈസ് പ്രൗഡ് ടു ഹാവ് വൺ ദ മാച്ച്. ഹീ ഈസ് പ്രൗഡ്, അവൻ പ്രൗഡാണ്. എന്തുകൊണ്ടാണ് പ്രൗഡായത്? ഹീ ഈസ് പ്രൗഡ് ടു ഹാവ് വൺ ദ മാച്ച്. ടു ഹാവ് കഴിഞ്ഞിട്ട് വൺ എന്നുള്ളത് വിൻ ജയിക്കുക. വിൻ, വൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ V3 ഫോമാണ്. അവിടെ നമ്മൾ ടു ഹാവ് പ്ലസ് V3 ഫോമാണ് ഉപയോഗിച്ചത്. ഹീ ഈസ് പ്രൗഡ് ടു ഹാവ് വൺ ദ മാച്ച്. മാച്ച് ജയിച്ചതിൽ എന്നാണ്, കഴിഞ്ഞുപോയി, മാച്ച് ജയിച്ചു കഴിഞ്ഞു, അതിൽ അവൻ പ്രൗഡാണ്. ഐ ആം ലക്കി ടു ഹാവ് ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി. ടു ഹാവ് ഗോട്ട് എന്നത് ഗെറ്റ് എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3 ഫോമാണ്. ഗെറ്റ്, ഗോട്ട്.
ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഞാൻ ലക്കിയാണ്, ഞാൻ ഭാഗ്യമുള്ള ആളാണ്. ഐ ആം ലക്കി ടു ഹാവ് ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി. കിട്ടിയതിൽ, അപ്പോൾ ഓപ്പർച്യൂണിറ്റി കിട്ടി, ആ അവസരം കിട്ടിയതിൽ ഞാൻ ഭാഗ്യമുള്ള ആളാണ്, എനിക്ക് ഭാഗ്യമുണ്ട് അത് കിട്ടിയതിൽ എന്നാണത്. ഇത്തരം സെൻറ്റൻസുകളൊക്കെ ആക്റ്റീവ് സെൻറ്റൻസുകളാണ്, ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസുകളാണ്. ഇനി അതിൻ്റെ ഒരു പാസീവ് ഫോമും ആകാം, പക്ഷേ അവിടെ ബീൻ എന്ന ഒരു വാക്കിൻ്റെ ഉപയോഗം വേണം, എങ്കിലേ പാസീവ് ഫോമിലുള്ള സെൻറ്റൻസുകളായി മാറ്റാൻ പറ്റുകയുള്ളൂ. ഹീ ഈസ് ഡിസപ്പോയിൻറ്റഡ് ടു ഹാവ് സോൾഡ് ഹിസ് കാർ. അവൻ ഡിസപ്പോയിൻറ്റഡ് ആണ്, അവൻ നിരാശയുള്ള ആളാണ്. കാരണം എന്താ? ഒരു സംഭവം ഉണ്ടായി. ഹീ സോൾഡ് ഹിസ് കാർ വിറ്റു. കാറ് വിറ്റതിൽ അവന് നിരാശയുണ്ട് എന്നാണ്. ഹീസ് ഡിസപ്പോയിൻറ്റഡ്, അപ്പോൾ അവിടെ ഡിസപ്പോയിൻറ്റഡ് എന്നത് അഡ്ജക്റ്റീവാണ്. ഹീസ് ഡിസപ്പോയിൻറ്റഡ് ടു ഹാവ് സോൾഡ് ഹിസ് കാർ. സോൾഡ്, സെൽ എന്നത് വിൽക്കുക, സോൾഡ് എന്നുള്ളത് V3 ഫോമാണ്. അപ്പോൾ അവിടെ ടു ഹാവ് പ്ലസ് V3 ഫോമാണ് ഉപയോഗിച്ചത്. കാറ് വിറ്റ് കഴിഞ്ഞുപോയ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ കുറേ അഡ്ജക്റ്റീവ്സൊക്കെ നമ്മൾ പഠിച്ചല്ലോ. ആ അഡ്ജക്റ്റീവ്സിൻ്റെ ഒക്കെ ഒപ്പം ഇത് ഉപയോഗിക്കുമ്പോൾ കഴിഞ്ഞുപോയ കാര്യത്തെ പറ്റിയാണെങ്കിൽ ടു ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് മെയിൻ വേർബിൻ്റെ കൂടെ എങ്ങനെ ഈ ഒരു ടു ഹാവ് പ്ലസ് V3 ഉപയോഗിക്കും എന്ന് നോക്കാം. പ്രിറ്റൻഡ് എന്നത് ഒരു മെയിൻ വേർബാണ്, അഭിനയിക്കുക. റിഗ്രറ്റ്, പശ്ചാത്തപിക്കുക, അതും ഒരു മെയിൻ വേർബായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പിയർ, പ്രത്യക്ഷപ്പെടുക. ഡിനൈ, നിരാകരിക്കുക, നിരസിക്കുക. ഈ മെയിൻ വേർബ്സിൻ്റെ ഒക്കെ ഒപ്പം നമുക്ക് ടു ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ, ഹീ ഈസ് പ്രിറ്റൻഡിങ് ടു ഹാവ് കംപ്ലീറ്റഡ് ഹിസ് ടാസ്ക്. അവൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് അവൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിറ്റൻഡ് എന്നത് ഒരു മെയിൻ വേർബാണ്. ഹീസ് പ്രിറ്റൻഡിങ്, എന്താണ് അഭിനയിക്കുന്നത്? ടു ഹാവ് കംപ്ലീറ്റഡ് ഹിസ് ടാസ്ക്, അവൻ്റെ വർക്ക് അവൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ടു ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിച്ചത്, ടു ഹാവ് കംപ്ലീറ്റഡ്. ഹീ റിഗ്രറ്റ്സ് ടു ഹാവ് ലോസ്റ്റ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ടു ഹാവ് ലോസ്റ്റ് എന്നത് ഒരു V3 ഫോം തന്നെയാണ്. ലൂസ്, നഷ്ടപ്പെടുക എന്നതിൻ്റെ V3 ഫോമാണ് ലോസ്റ്റ് എന്നത്. ഹി ഓൾവേസ് റിഗ്രറ്റ്സ് ടു ഹാവ് ലോസ്റ്റ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ആ അവസരം നഷ്ടപ്പെട്ടതിൽ അവൻ എപ്പോഴും പശ്ചാത്തപിക്കാറുണ്ട്. റിഗ്രറ്റ് എന്ന ഒരു മെയിൻ വേർബിൻ്റെ കൂടെ ടു ഹാവ് പ്ലസ് V3 ഉപയോഗിച്ചു. ക്ലെയിം എന്നത് അവകാശപ്പെടുക. ഷീ ക്ലെയിംസ് ടു ഹാവ് ബീറ്റൺ ദാറ്റ് ബോയ്. അവൾ അവകാശപ്പെടുന്നു. എന്താണ് അവകാശപ്പെടുന്നത്? ടു ഹാവ് ബീറ്റൺ ദാറ്റ് ബോയ്. ഞാൻ ആ കുട്ടിയെ അടിച്ചു എന്ന് അവൾ അവകാശപ്പെടുന്നു. അടിച്ചു എന്ന്, അതായത് അടിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അവളത് അവകാശപ്പെടുന്നു. ഷീ ക്ലെയിംസ് ടു ഹാവ് ബീറ്റൺ ദാറ്റ് ബോയ്. ആ കുട്ടിയെ അടിച്ചു എന്ന് അവൾ അവകാശപ്പെടുന്നു. ക്ലെയിം എന്ന ഒരു മെയിൻ വേർബിൻ്റെ കൂടെ ടു ഹാവ് പ്ലസ് V3. നെക്സ്റ്റ്, സീം. ദാറ്റ് ബോയ് സീംസ് ടു ഹാവ് ഡൺ സംതിങ് റോങ്. ദാറ്റ് ബോയ് സീംസ് ടു ഹാവ് ഡൺ സംതിങ് റോങ്. ടു ഹാവ് ഡൺ എന്നത് ഡു എന്നതിൻ്റെ V3 ഫോമാണ്. ടു ഹാവ് പ്ലസ് V3 ഫോം ഉപയോഗിച്ചു. ദാറ്റ് ബോയ് സീംസ് ടു ഹാവ് ഡൺ സംതിങ് റോങ് എന്ന് പറഞ്ഞാൽ എന്തോ തെറ്റായൊരു കാര്യം അവൻ ചെയ്തു എന്ന് തോന്നുന്നു. നമുക്കവനെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. ദാറ്റ് ബോയ് സീംസ് ടു ഹാവ് ഡൺ സംതിങ് റോങ്. സീം എന്ന വേർബിൻ്റെ ഒപ്പം ടു ഹാവ് പ്ലസ് V3. ഈ സെൻറ്റൻസുകളൊക്കെ ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസുകളാണ്. അതേസമയം നമുക്ക് പാസീവ് ഫോമിലുള്ള സെൻറ്റൻസുകളും ഇങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ അതിനൊപ്പം ഒരു ബീൻ ആവശ്യമുണ്ട്. ടു ഹാവ് ബീൻ പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ദാറ്റ് ബോയ് സീംസ് ടു ഹാവ് ബീൻ ബീറ്റൺ. അതിനർത്ഥം ആ കുട്ടി മർദ്ദിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാണ്. അവനല്ല മർദ്ദിച്ചത് അല്ലെങ്കിൽ അടിച്ചത്, വേറെ ആരോ അവനെ അടിച്ചിട്ടുണ്ടെന്നാണ്. ബീൻ എന്ന് ഉപയോഗിക്കുമ്പോൾ പാസീവ് ഫോമായി. ദാറ്റ് ബോയ് സീംസ് ടു ഹാവ് ബീൻ ബീറ്റൺ. അപ്പോൾ ടു ഹാവ് കഴിഞ്ഞ് ഒരു ബീൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ V3 ഫോം ഉപയോഗിക്കുന്നത്.
അവിടെ നമ്മൾ പാസീവ് ഫോം ഉപയോഗിച്ചു. ഹീ ഈസ് ഹാപ്പി ടു ഹാവ് ബീൻ സെലക്റ്റഡ്. അവൻ ഹാപ്പിയാണ്. എന്തുകൊണ്ടാണ്? സെലക്ട് ചെയ്യപ്പെട്ടതിൽ. അവിടെയും പാസീവ് ഫോം. ഹീ ഈസ് ഹാപ്പി ടു ഹാവ് ബീൻ സെലക്റ്റഡ്. അവിടെയും ബീൻ ഉപയോഗിച്ചു. അത് സെലക്ട് ചെയ്യുന്നത് വേറെ ആരെങ്കിലും അല്ലേ. അപ്പോൾ അവൻ സെലക്ട് ചെയ്യപ്പെട്ടതിൽ അവൻ ഹാപ്പിയാണ് എന്നായി. ഇനി സെഡ് എന്ന ഒരു വെർബിൻ്റെ കൂടെ ടു ഹാവ് പ്ലസ് V3 ഉപയോഗിക്കാം. ഹീ ഈസ് സെഡ് ടു ഹാവ് കിൽഡ് 2 people. അവൻ 2 ആളുകളെ കൊന്നതായിട്ട് പറയപ്പെടുന്നു. സെഡ് ടു ഹാവ് കിൽഡ് നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണാറില്ലേ. അപ്പോൾ ഹീ ഈസ് സെഡ് ടു ഹാവ് കിൽഡ്. സെഡ് ടു ഹാവ് കിൽഡ് ആണ്. അപ്പോൾ സെഡ് എന്ന ഒരു വേർബ് ഉപയോഗിച്ചപ്പോൾ നമുക്ക് ടു ഹാവ് പ്ലസ് V3 ഉപയോഗിക്കാം. അവിടെ സെഡ് ടു ഹാവ് എന്നതിന് പറയപ്പെടുന്നു എന്നുള്ള മീനിങ് ആണ്. അതുപോലെ തന്നെ ബിലീവ് എന്ന വേർബ് വിശ്വസിക്കുക. നോക്കൂ, ഷീ ഈസ് ബിലീവ്ഡ് ടു ഹാവ് ചീറ്റഡ് സംവൺ. അവൾ ആരെയോ ചതിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. അതേസമയം ഷീ ഈസ് ബിലീവ്ഡ് ടു ഹാവ് ബീൻ ചീറ്റഡ് എന്ന് പറഞ്ഞാൽ അവൾ ചതിക്കപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നു. മറ്റുള്ളവർ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന്. അപ്പോൾ ആ ബീൻ ഉപയോഗിക്കുമ്പോൾ ഒരു വ്യത്യാസം കണ്ടില്ലേ. ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസിൽ, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ഹോപ്പ് ടു ഹാവ് കംപ്ലീറ്റഡ് ദിസ് ടാസ്ക് ബൈ ടുമാറോ. നാളേക്ക് അവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് ആശിക്കുകയാണ്. അപ്പോഴേക്കത് കഴിയും. അപ്പോൾ അതൊരു ഫ്യൂച്ചർ ടെൻസാണ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസാണ്. ടു ഹാവ് കംപ്ലീറ്റഡ്, ദാറ്റ് ഐ ഹോപ്പ് ടു ഹാവ് ഫിനിഷ്ഡ് ദാറ്റ് വർക്ക് ബൈ ടുമാറോ. അത് ഞാൻ ആശിക്കുന്നു എന്നാണ്. അപ്പോൾ അതൊരു ഫ്യൂച്ചർ ടെൻസിലുള്ള ഒരു കാര്യമാണ്. അത് നാളേക്കത് കഴിഞ്ഞിട്ടുണ്ടാകും എന്ന്. അതുപോലെ തന്നെ എക്സ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക. ഐ എക്സ്പെക്റ്റ് ടു ഹാവ് കംപ്ലീറ്റഡ് ദാറ്റ് വർക്ക് ബൈ ടുമാറോ. ഞാൻ പ്രതീക്ഷിക്കുന്നു നാളേക്കത് കഴിഞ്ഞിട്ടുണ്ടാകും എന്ന്. അപ്പോൾ ഇതാണ് പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ്. ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞുപോയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്തായാലും ഈ ഒരു ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു.